ആദ്യ അനിയൻ, പിന്നെ കസിൻ, ഇപ്പൊ ഭർത്താവ്. ആകെ കൂടി ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അല്ല പെങ്ങളെ, നിനക്ക് 21 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. സാറേ ഇങ്ങോട്ട് പറ സാറേ, എനിക്ക് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവൻ ഇതും ചെയ്യും, ഇവന്റെ അപ്പുറം ചെയ്യുന്നവനാ. വണ്ടി ഇരിക്കുമ്പോഴേ അവന്റെ മുഖത്തൊരു കള്ളത്തിനോടായിരുന്നു സാറേ. നീ അങ്ങനെയല്ലല്ലോടാ ആദ്യം പറഞ്ഞത്. ഓടാ, ആ മൂലയ്ക്ക് പോയി നിൽക്കടാ. ഒന്ന് മാറുമോനെ. ഡോ, തനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ലേ? ആകാശേ, ആ FIR തയ്യാറായി. ഓക്കെ സർ. സർ പ്ലീസ് സർ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ പറഞ്ഞിട്ട് അസുനിൽ വന്നത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം പ്ലീസ് സർ. ഡി 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 നിന്റെ നാടകമൊന്നും ഇവിടെ നടക്കില്ല. സർ, എന്നെ കാണാൻ അസുനിൽ വന്നത്. സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം. സർ പ്ലീസ് സർ. ഇങ്ങോട്ട് മാറിക്കിടി. സാറേ, ഈ പയ്യന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ചെയ്ത ആള് മുങ്ങി. സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ പാവം സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക. ഡന്നാറി, ഇവൾ ഇത്ര നേരം ഇവിടെ കെഞ്ചിട്ടും നിനക്കൊന്നും പറയാലടാ. നിന്റെ ഭാര്യ അല്ലടാ അവള്. ഡാ മതി നിന്റെ ഡയലോഗ്. നടക്കടാ, എടാ നടക്കടാ. സാർ ഇനി കേസൊന്നും ഫയൽ ചെയ്യില്ലല്ലോ? കേസൊന്നും ആക്കുന്നില്ല. തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിടിക്കൂ. പിന്നെ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എടോ മാനേജരെ, താനിങ്ങ് വന്നേ. താനേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞ? ഞാനിത് ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ സാർ. പിന്നൊരു ഗുമ്മിന്. തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ. ഒരു നിരാശാകാമുകൻ.